ലിറ്റിൽ വേൾഡ് സ്കൂളിൽ ഇവിടെ എടവണ്ണപ്പാറ ഇപ്പോൾ തുടക്കം കുറിച്ചിട്ട് ഇപ്പോൾ വർഷങ്ങളായല്ലോ. ഇവിടേക്ക് എത്ര വയസ്സുള്ള കുട്ടികളെയാണ് നിങ്ങൾ ഇവിടേക്ക് അഡ്മിഷൻ എടുക്കുന്നത്? നമ്മൾ 8 മാസം മുതൽ 2.5 വയസ്സ് വരെയുള്ള കുട്ടികളെ ഡേ കെയർ എന്ന ഇതിലേക്കാണ് മാറ്റുന്നത്. അപ്പോൾ അവരെ ആൻറ്റിമാർ കെയർ ചെയ്യും, അവർക്ക് ഫുഡ് കൊടുക്കുക, അവരുടെ പ്രാഥമിക കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. 2.5 വയസ്സ് മുതൽ 4 വയസ്സ് വരെയുള്ള കുട്ടികളെ നമ്മൾ ചെറിയൊരു രൂപത്തിൽ മോണ്ടിസോറി മെറ്റീരിയൽസ് ഉപയോഗിച്ച് അവരെ ഒരു ചെറിയ ആക്ടിവിറ്റി കൊടുത്തിട്ട് അവരെ പഠനത്തിലേക്ക് മെല്ലെ മെല്ലെ സ്റ്റെപ്പായിട്ട് നമ്മൾ കൊണ്ടുപോവുക ചെയ്യുന്നത്. ഇവിടെ എത്ര മണി മുതൽ രാവിലെ എത്ര സമയം സ്റ്റാർട്ടിങ് ആവും? എത്ര വരെ ഇവിടെ കുട്ടികളെ നിങ്ങൾ ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്? നമ്മളൊരു റെഗുലർ ടൈം എന്ന് പറഞ്ഞാൽ 8:30 മുതൽ 5:30 വരെയാണ്. നമുക്ക് ഇവിടെ എടവണ്ണപ്പാറ മാത്രമല്ല, കൊണ്ടോട്ടിയും സ്ഥാപനമുണ്ട്. രണ്ടിടത്തും റെഗുലർ ടൈം എന്ന് പറഞ്ഞാൽ 8:30 മുതൽ 5:30 വരെയാണ്. പക്ഷേ പിന്നെ പാരൻസിൻ്റെ ഇതിനനുസരിച്ച് ഇപ്പോൾ കുറച്ച് ചില പാരൻസിന് ആ സമയത്ത് എത്താൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ആ സമയത്തും നമ്മൾ എടുക്കുന്നുണ്ട്. പിന്നെ നമ്മളെ കൊണ്ടോട്ടിയിലൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 24/7 ആണ്. നൈറ്റും പ്രവർത്തിക്കുന്നുണ്ട്. കാരണം അവിടെ എയർപോർട്ട് ഏരിയയിലായതുകൊണ്ട് അവർക്ക് ഫ്ലൈറ്റ് ടൈമൊക്കെ ആ ഒരു സമയം വെച്ചിട്ടൊക്കെ നമ്മൾ ഫെസിലിറ്റീസ് കൊടുക്കുന്നുണ്ട്. ഇനി അതല്ല, നിങ്ങൾക്കൊക്കെ ഇപ്പം നമ്മളെ ഈ അടുത്ത് വന്നൊരു ക്വസ്റ്റ്യനാണ്. ഈ അടുത്ത് കല്യാണം കഴിഞ്ഞ ചെറിയ കുട്ടിയാണ്. അപ്പോൾ അവർ മുമ്പ് ഇങ്ങനെ രണ്ടാളും ഒരുമിച്ച് ഫിലിമിനൊക്കെ പോയിരുന്ന, അപ്പോൾ കുട്ടിയായാലും ഫിലിമിന് പോകാൻ പറ്റുന്നില്ല. അപ്പം നമ്മൾ പറഞ്ഞു ഇവിടെ അതിനും ഫെസിലിറ്റീസ് ഉണ്ട്. 1 അവറിന് എടുക്കുന്നുണ്ട്, 2 അവറിന്, ഇതിനൊക്കെ ഓരോ നമ്മൾ കെയർ ചെയ്യും. അവരൊക്കെ എവിടെ വേണോ പോകാനുള്ളത് അവിടെ പോയിട്ട് തിരിച്ചു വരുമ്പം സേഫായിട്ട് കുട്ടീനെയും കൊണ്ട് പോവാം. അതേപോലെ PSC കോച്ചിങ് അതിനൊക്കെ പോകുന്ന ഒരു 1 ഡേ മാത്രമുണ്ട്. സൺഡേസിൽ മാത്രം, അല്ലെങ്കിൽ സാറ്റർഡേസിൽ മാത്രം, അങ്ങനെ. അപ്പം നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കണത് എന്താണെന്ന് ചോദിച്ചാൽ, കുട്ടി ഉണ്ട് എന്നുള്ള കാരണം കൊണ്ട് മാതാവിന് ഒരു പ്രൊഫഷന് പോകാനോ അല്ലെങ്കിൽ പഠിക്കാനോ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവരുത് എന്നുള്ളതാണ് നമ്മളെ മെയിൻലി നമ്മളെ കോൺസെപ്റ്റ്. അപ്പോൾ എല്ലാ ഫെസിലിറ്റീസും നമ്മളെടുക്കുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ ഒരു ചെറിയ കുട്ടി, ഒരു 2.5 വയസ്സായ കുട്ടിയാണെന്ന് കരുതുക. അപ്പോൾ നമ്മളിവിടേക്ക് ആക്കി പോകുമ്പോൾ അത് മാതാപിതാക്കളെ കാണാതെ വല്ലാതെ കരയുന്ന അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയി പോവോ എന്നുള്ളൊരു ഭയം രക്ഷിതാവിനുണ്ടാവില്ല. അതിനെങ്ങനെയാണ് നിങ്ങൾ ഡീൽ ചെയ്യുക? അത് സത്യം പറയുകയാണെങ്കിൽ നമ്മളൊരു തമാശ രൂപേണ കാര്യം പറയുകയാണെങ്കിൽ, ഈ അടുത്ത് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞതാ, നിങ്ങളെ ഡേ കെയറിലുള്ള കുട്ടികൾ ശരിക്കും ഭാഗ്യവാന്മാരാണ്. കാരണം നിങ്ങൾ ആ കുട്ടീനെ കരയാൻ സമ്മതിക്കണില്ലല്ലോ. ആ സമയത്തേക്ക് എല്ലാവരും ഇങ്ങനെ കെയർ ചെയ്ത് പലതും കാണിച്ച് കളിപ്പിച്ച് ഈ കുട്ടീൻ്റെ കരച്ചിൽ മാറ്റാണല്ലോ. വീട്ടിൽ കരയാണെങ്കിൽ നമ്മൾ പണിയിലാണെങ്കിൽ നമ്മളിങ്ങനെ തട്ടി തട്ടി പോകുമല്ലോ എന്ന്. അപ്പൊ അങ്ങനെ ഒരു പോയിന്റ് ഉണ്ട്. പാരന്റ്സിന്റെ അടുത്തല്ലാന്നേ ഉള്ളൂ. പക്ഷെ ഇവിടെ നമ്മൾ ആ പാരന്റ്സ് കൊടുക്കുന്നതിനേക്കാളും കെയർ എന്ന് വേണമെങ്കിൽ ഒരു പക്ഷേ പറയാം. കാരണം നമ്മളെ കുട്ടികളാകുമ്പോൾ നമ്മൾ വീട്ടിൽ പണിയെടുക്കുക, നമ്മളെ പണി കഴിഞ്ഞിട്ടൊക്കെ ചിലപ്പോൾ ശ്രദ്ധിക്കുള്ളൂ. അങ്ങനെ കരഞ്ഞുകൊണ്ട് നമ്മളെ കുട്ടികൾ അമിതമായി കരയുന്നത് പല അസുഖങ്ങൾക്കും കാരണമാവാനും മെന്റലി ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാനൊക്കെ കാരണമാവുന്നു ചിലർക്ക് പറയുന്നത്. എന്താണ് അതിന്റെ ഒരു അതിന് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഫസ്റ്റ് ഒരു കുട്ടീനെ പാരന്റിന്റെ അടുത്ത് വാങ്ങല്ല ചെയ്യുന്നത്. നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് കുട്ടിൻ്റെ കൂടെ 3 ദിവസം ഈ പാരൻറ്റിനെ നിർത്തും. ഫസ്റ്റ് ഡേ നമ്മൾ ഉച്ചവരെ പാരൻറ്റും കുട്ടിയും ഒരുമിച്ചാണ്, ടീച്ചേഴ്സും. അത് കഴിഞ്ഞ് 2ാമത്തെ ദിവസം വരുന്നത് കുട്ടീനെ തന്ന് ഒരു മണിക്കൂറൊക്കെ കുട്ടീൻ്റെ കൂടെ നിന്ന് പാരൻറ്റിനെ പുറത്താക്കും. പിന്നെ ഒരു അരമണിക്കൂർ 1 മണിക്കൂറോ കുട്ടീൻ്റെ മൂഡ് മാറുന്നതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും, പാരൻറ്റിനെ വീണ്ടും ഉള്ളിലാക്കിയിട്ട് പതിയെ ഞങ്ങളിലേക്ക് എത്തിക്കുകയാണ്. സൈക്കോളജിക്കൽ മൂവ്മെന്റ്. 3ാമത്തെ ദിവസം നമ്മൾ എന്ത് ചെയ്യും, ഉച്ചവരെ കുട്ടീനെ ഞങ്ങളെടുത്ത് ആക്കിയിട്ട് എന്തെങ്കിലും അധികം കുട്ടി കരയുക അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ കുട്ടി പാരൻറ്റിനെ വിളിക്കാവുന്ന അത്ര അടുത്ത് നിർത്തിയിട്ട് ഞങ്ങൾ മാറ്റും. 4ാമത്തെ ദിവസം ഞങ്ങളെടുത്ത് കുട്ടികൾ ഇതുവരെ കണ്ടൊരു സംഭവം, 4ാമത്തെ ദിവസം മുതൽ ഏകദേശം കുട്ടികളൊക്കെ ഞങ്ങളായിട്ട് മിങ്കിളാവും. നേരെ മറിച്ച് പെട്ടെന്നിട്ട് പോകുന്ന പാരൻ്റ് ഉണ്ട്. കാരണം June 1 അഡ്മിഷൻ എടുത്ത് ജോലിക്ക് പോകുന്ന പാരൻസ് നമുക്കുണ്ടായിരുന്നു. പക്ഷെ ആ കുട്ടികൾക്ക് ഒരിക്കലും ഡേ കെയർ മുഴുവനാക്കാൻ പറ്റിയിട്ടില്ല. ആഴ്ച ആകുമ്പോഴേക്ക് അവർക്ക് അപസ്മാരം അല്ലെങ്കിൽ പനി, ഇങ്ങനെ പല അസുഖങ്ങളും വന്നിട്ട് അവർക്ക് ഭയങ്കര മെൻ്റലി ആയിട്ടും ഫിസിക്കലി ആയിട്ടൊക്കെ ഒരു ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട്. അപ്പം പാരൻസിനോട് ഞങ്ങൾ ആദ്യം അങ്ങനെ പറയലാണ് ഉള്ളത്. ഈ ഒരു 6 വർഷം കൊണ്ട് കിട്ടിയൊരു എക്സ്പീരിയൻസ് ആണ് ഇങ്ങനെയുള്ളൊരു സംഭവം. ഇപ്പോൾ രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഇവിടേക്ക് കുട്ടികളെ വന്ന് നിങ്ങളെ ഏൽപ്പിച്ച് അങ്ങോട്ട് പോകുമ്പോൾ നിങ്ങളുടെ ഒരു ക്വാളിഫിക്കേഷൻ ഈ മേഖലയിൽ എത്ര എക്സ്പീരിയൻസ്ഡ് ആണ്, അല്ലെങ്കിൽ എന്ത് കോഴ്സാണ് ഇതുവരെ ഇതിന് കഴിഞ്ഞിട്ടുള്ളത് എന്നൊരു ആശങ്ക ഉണ്ടാവും. അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? ഞങ്ങൾ 6 വർഷമായി നിലവിൽ ഈ ഒരു ഡേ കെയർ എന്നൊരു സംരംഭം തുടങ്ങിയിട്ട്. ഈ 6 വർഷം തുടങ്ങുന്ന സ്ഥാപനത്തിൽ ഫസ്റ്റ് നമ്മൾ ചെയ്തത് നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ആൻറ്റീനെ എടുത്തു. ഞങ്ങളും ടീച്ചർ ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ്, ചെറിയ കുട്ടികളെയും വലിയ കുട്ടികളെയൊക്കെ. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ കുട്ടികളെക്കുറിച്ച് ഒരുപാട് പഠിക്കാനും നമ്മൾ പുസ്തകത്തിൽ വായിക്കാത്ത അനുഭവത്തിലൂടെ കിട്ടുന്ന കുറേ കാര്യങ്ങളുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് ആദ്യം എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ആൻറ്റീനെ നമ്മൾ സെലക്ട് ചെയ്തു. അതിനുശേഷം മോണ്ടിസോറി കഴിഞ്ഞിട്ടുള്ള ടീച്ചേഴ്സിനെയും സെലക്ട് ചെയ്തു.
അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ആൻറ്റിക്കാണ്. കാരണം ആൻറ്റി ആണല്ലോ ഒരു കുട്ടീൻ്റെ നിത്യകാര്യങ്ങൾ ചെയ്യുമ്പോൾ പഠനത്തിലേക്ക് അത്രത്തോളം ഈ കുട്ടികൾ എത്തൂല, ചെറിയ മക്കളാണ്. അപ്പോൾ ആ ആൻറ്റിനെ നമ്മൾ നല്ല രൂപത്തിൽ സെലക്ട് ആക്കിയതിന് ശേഷം മോണ്ടിസോറി അധ്യാപകരെയും നമ്മൾ ഇതിലേക്ക് ഉൾപ്പെടുത്തിയിട്ടാണ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഇവിടേക്ക് വന്ന സമയത്ത് ഇപ്പോൾ ഒരു രക്ഷിതാവ് ഒരു കുട്ടിയെ നിങ്ങളെ ഏൽപ്പിച്ച് പോകുമ്പോൾ ഞാനത് കണ്ടു. ഒരു കുട്ടി കരയുന്നു. ഏകദേശം ഒരു 30 സെക്കൻഡ് കൊണ്ടാണ് ആ കുട്ടിയുടെ കരച്ചിൽ മാറ്റിയിട്ട് അവരെ കളിച്ചിരിയിലേക്ക് നിങ്ങൾ മാറ്റിയിട്ടുള്ളത്. അതൊരു വലിയ ഒരു അനുഭവം തന്നെയാണ്. അപ്പോൾ പിന്നെ ഇങ്ങനെ ഒരു പ്രൊജക്റ്റ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ആശയം ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 24 hours കുട്ടികളെ സംരക്ഷിക്കുന്ന ഒരു സംവിധാനം എൻ്റെ അറിവിൽ ചുറ്റുവട്ടത്ത് എവിടെയും ഉണ്ടാവാൻ സാധ്യതയില്ല. അപ്പോൾ രക്ഷിതാക്കൾക്ക് ഒരു വലിയ തുണയാകുന്ന അങ്ങനെ ഒരു മൂവ്മെന്റിലേക്ക് എന്തുകൊണ്ടാണ് നിങ്ങൾ എത്തിയത്? എങ്ങനെയാണ് എത്തിയത്? നമ്മൾ ഡേ കെയർ എന്നുള്ള ഒരു ആശയം വന്നത് എങ്ങനെയാന്ന് ചോദിച്ചാൽ, ഞങ്ങളൊക്കെ മുമ്പ് മറ്റ് സ്കൂളുകളിൽ വർക്ക് ചെയ്ത ആളുകളാണ്. അപ്പോൾ നമ്മൾ പോകുമ്പോൾ നമ്മളെന്നെ സംബന്ധിച്ച് നമ്മളെ പാരൻസ് ഉണ്ടായിരുന്നു കുട്ടികളെ നോക്കാൻ. അപ്പോൾ നമ്മളെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകൾ പറയും നീ ഭാഗ്യവതിയാണ്, നിനക്ക് സുഖമാണ്. പിന്നെ ഇവരൊക്കെ ചെറിയ കുട്ടികളായതിൻ്റെ പേരിൽ കുട്ടികളെ നോക്കാൻ ആളില്ല എന്ന് പറഞ്ഞിട്ട് ജോബ് നിർത്തി പോകേണ്ട സംഭവം ഉണ്ടായിട്ടുണ്ട്. എന്നാലും അവർക്ക് ജോലി അത്യാവശ്യമാണ്. കാരണം ഹസ്ബൻഡിൻ്റെ സാലറി കൊണ്ട് മാത്രം ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യം. ജോലി അത്യാവശ്യമാണ്, ക്വാളിഫിക്കേഷനും ഉണ്ട്. പക്ഷേ കുട്ടീനെ നോക്കാൻ ചിലപ്പോൾ അവരെ മാതാപിതാക്കൾ നല്ല പ്രായമുള്ള ആളുകളായിരിക്കും. അതല്ലെങ്കിൽ ഒരു വീട്ടിൽ തന്നെ 2-3 ആളുകൾ ലേഡീസ് ജോലിക്ക് പോകണമാകുമ്പോൾ എല്ലാവരും മക്കളെ കൂടി നോക്കാൻ പറ്റാത്ത അവസ്ഥ, അല്ലെങ്കിൽ ഒറ്റ വീട്, ഇങ്ങനെയൊക്കെയുള്ള പല സാഹചര്യത്തിലും ആയതുകൊണ്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പോകാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഞങ്ങളെ കൂടെ വർക്ക് ചെയ്ത ആളുകൾക്ക് തന്നെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ കോവിഡിൻ്റെ മുന്നേ ഈ ഒരു ആശയം ഉണ്ടായിരുന്നു. പിന്നെ കോവിഡ് കഴിഞ്ഞു വന്ന ആ ഒരു സമയത്താണ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്യണത്. ഇങ്ങനെ ഒരു എന്നാൽ തുടങ്ങാം എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്നത്. ഇതിൻ്റെ തുടക്കം എത്ര വയസ്സ് വരെയുള്ള കുട്ടികളിൽ നിന്നാണ്? എത്ര വയസ്സ് വരെയുള്ള കുട്ടികളെ നിങ്ങൾ ഇവിടെ അഡ്മിഷൻ എടുക്കുന്നുണ്ട്? നമ്മൾ തുടക്കം മുതലുള്ള ആശയം തന്നെയാണ് 8 മാസം മുതൽ 4 വയസ്സ് വരെയുള്ള. ഫസ്റ്റത്തെ കുട്ടീനെ ഞങ്ങൾക്ക് കിട്ടുന്നത് 1.5 വയസ്സുള്ള കുട്ടിയായിരുന്നു അന്നത്തെ കുട്ടി, ആദ്യ അഡ്മിഷൻ. പിന്നെ നമുക്ക് ആ വർഷം തന്നെ 8 മാസമുള്ള കുട്ടീനെ കിട്ടി. ആ കുട്ടീൻ്റെ അനിയന്മാർ 2-3 ഇപ്പോൾ ഇവിടെ നിലവിൽ ഇപ്പോഴും ഞങ്ങളെ കയ്യിലുണ്ട്. ആ പേരൻസിൻ്റെ ഒരു സംതൃപ്തിയാണല്ലോ വീണ്ടും നമ്മൾ തന്നെ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ രക്ഷിതാക്കൾക്ക് നിങ്ങളുടെ എന്തെങ്കിലും ട്രെയിനിങ് ഉണ്ടാവുമോ? ഇങ്ങനെ കുട്ടികളെ ഇവിടെ ഏൽപ്പിച്ച് പോകുമ്പോൾ കുട്ടികളെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളതിന് രക്ഷിതാക്കൾക്ക് എന്തെങ്കിലും ട്രെയിനിങ് നിങ്ങൾ കൊടുക്കാറുണ്ടോ? ഞങ്ങൾ രക്ഷിതാക്കളോട് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, കുട്ടികളൊരു ഭക്ഷണം കഴിക്കുന്ന ഒരു സമയം എന്ന് പറയുന്ന ഒരു പകൽ സമയമാണല്ലോ. പിന്നെ ആ സമയത്ത് കുട്ടികൾക്ക് നല്ല ഹെൽത്തി ഫുഡുകൾ നിങ്ങൾ കൊടുത്തയക്കണം എന്നുള്ളൊരു സജഷൻ ഞങ്ങൾ പാരൻസിന് കൊടുക്കാറുണ്ട്. പിന്നെ പാരൻസിന് ഇത്രയും വർഷത്തെ ഒരു എക്സ്പീരിയൻസ് കൊണ്ടായിരിക്കാം അവർക്ക് അങ്ങനെ ഞങ്ങളോടൊരു സജഷൻ ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നിട്ടില്ല. ഇപ്പോൾ ഇവിടുത്തെ ഒരു ശുചിത്വവും അതേപോലെ മറ്റ് ഒരു സംവിധാനങ്ങളൊക്കെ എത്രമാത്രം പെർഫെക്റ്റ് ആണ്? ശുചിത്വം എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഫുഡ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ രാവിലെ ഒരു 10 മണി 11 മണീൻ്റെ സമയത്ത് അവർക്കൊരു കഞ്ഞി കൊടുക്കും. കഞ്ഞി ആകുമ്പോൾ എല്ലാ കുട്ടികൾക്കും ഒരു ക്ഷീണം മാറാനും ഒരു ഹെൽത്തി ആയിട്ടാണ് എന്നുള്ള രൂപത്തിലേക്കാണ്. പിന്നെ അതൊക്കെ എന്ന് പറഞ്ഞാൽ ആൻറ്റി നേരത്തെ തന്നെ ക്ലീൻ ആക്കിയിട്ടുള്ള ഒരു ചുറ്റുപാടാണല്ലോ നമ്മളെ കിച്ചനും കാര്യങ്ങളൊക്കെ. നമ്മൾ 2 ടൈമായിട്ട് ഇവിടുത്തെ വൃത്തിൻ്റെ കാര്യങ്ങൾ ചെയ്യും. രാവിലെ വന്നിട്ടും ഇവിടുത്തെ നീറ്റായിട്ടുള്ള പണികൾ, അതായത് തുടക്കുക, അങ്ങനത്തെ പണികളൊക്കെ ചെയ്യും. ബാത്റൂം ക്ലീനിങ് അങ്ങനത്തതൊക്കെ രാവിലെയും വൈകുന്നേരം നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്, ക്ലീനിങ്ങും. പിന്നെ കുട്ടികളുടെ കാര്യത്തിലും അങ്ങനെ തന്നെ. കുട്ടികൾ രാവിലെ വന്ന് അവരെ ഫുഡ് കഴിക്കുന്നതിൻ്റെ മുന്നേ എല്ലാവരും ഹൈജീനിക് ആയിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കങ്ങളാണ് ഇവിടെ ഉള്ളത്. എല്ലാവരും മേല് കഴുകി പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് ഭക്ഷണം കൊടുത്തിട്ട് പിന്നെ അതിനെ ഉറക്കുന്ന സംവിധാനമൊക്കെ. ഉറക്കാന്ന് പറഞ്ഞാൽ ഒരു കുട്ടിക്ക് നമ്മൾ തൊട്ടിലിൽ കിടക്കുന്ന കുട്ടിക്ക് ഓരോ തൊട്ടിൽ തന്നെ യൂസ് ചെയ്യുള്ളൂ. പരക്കെ എല്ലാ കുട്ടികളെയും എല്ലാവരും തൊട്ടിലേലും യൂസ് ചെയ്യൂല. പിന്നെ അതുപോലെ തന്നെ കിടക്കുമ്പോൾ കുട്ടികൾ ഡിഫറൻസ് ആയിട്ട് തന്നെ പെട്ടെന്ന് അസുഖം പകരുമല്ലോ കുട്ടികൾക്ക്. അപ്പോൾ അതിനൊക്കെ ഞങ്ങൾ നന്നായിട്ട് കെയർ ചെയ്തിട്ട് തന്നെ ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടേക്ക് ഒരു കുട്ടിയെ കൊണ്ടുവന്നാൽ അവരുടെ ഒരു ദിവസത്തെ പ്രവർത്തനം എന്തൊക്കെയായിരിക്കും? അപ്പോൾ 8 മണിക്ക് എവിടേക്ക് ഏൽപ്പിക്കുകയാണെങ്കിൽ ഫസ്റ്റ് എങ്ങനെയാണ് സ്റ്റാർട്ടിങ്, എൻഡ് വരെയുള്ള കാര്യങ്ങളൊന്ന് പറയുമോ? നമ്മൾ ഡേ കെയർ എന്നുള്ള സിസ്റ്റത്തിലാണ് കുട്ടി വരുന്നതെന്നുണ്ടെങ്കിൽ ഞങ്ങൾ പറഞ്ഞല്ലോ 2 കാറ്റഗറിയാണ്. ഒന്ന് ഡേ കെയർ, ഒന്ന് പ്രീ സ്കൂൾ. അത് ഏജ് കാറ്റഗറീസ് ചെയ്തിട്ട് നമ്മൾ തരംതിരിക്കുന്നത്. അപ്പോൾ ഡേ കെയർ എന്നുള്ളതിലേക്കാണ് വരുന്നതെന്നുണ്ടെങ്കിൽ വരുമ്പോൾ തന്നെ പാരൻസ് പറയും ഇന്നിപ്പോൾ ഫുഡ് കഴിച്ചിട്ടില്ല കേട്ടോ എന്ന്, അല്ലെങ്കിൽ ഇന്ന് നന്നായിട്ട് കഴിച്ചിട്ടുണ്ടോ എന്ന്. അതിനനുസരിച്ച് ഫുഡ് കഴിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ആ കുട്ടിക്ക് ആദ്യം ഫുഡ് കൊടുക്കുക എന്നുള്ളതാണ്. കാരണം വയറ് നിറഞ്ഞ കുട്ടി പിന്നെ ഹാപ്പി ആയിരിക്കും. പിന്നെ അവർ ഓരോ പ്ലേ ഏരിയയിൽ അവിടെയാണ് ഓരോ സമയം. നേരെ മറിച്ച് മറ്റേ പ്രീ സ്കൂളിലെ കുട്ടിയാണെങ്കിൽ നമ്മളെ മോണ്ടിസോറി ട്രെയിൻഡ് ടീച്ചർ ഉണ്ടാവും. ടീച്ചർ മെല്ലെ കളികളിലൂടെ ഉള്ള അതിലേക്ക് ഇതാക്കും. അതിന് മുന്നേ പ്രെയർ കാര്യങ്ങളൊക്കെ ഉണ്ട്.
അതിൽ ഡേ കെയറിലെ കുട്ടികൾ ചിലപ്പോൾ നിൽക്കും, പക്ഷേ പ്രീ സ്കൂളിലെ കുട്ടികൾ നന്നായിട്ട് നിൽക്കും. അങ്ങനെയാണ്. അപ്പോൾ പ്രീ സ്കൂളിലേക്ക് ഉള്ള ആ ഒരു ഏജ് കാറ്റഗറിയിലുള്ള കുട്ടികളെ നമ്മൾ ഫുഡിൻ്റെ മുന്നുള്ള സമയം ഒരേ കളിയിലൂടെ പഠിപ്പിക്കുക. മറ്റവരെ കംപ്ലീറ്റ് കളി ഡേ കെയറിൽ. എന്നിട്ട് ഫുഡൊക്കെ കൊടുക്കും. 11 മണിക്ക് നമ്മൾ കഞ്ഞി കൊടുക്കും. അതിന് ശേഷം പിന്നെ കുറച്ച് സമയം കഴിഞ്ഞിട്ട് ലഞ്ച് ടൈം ആകുമ്പോൾ ലഞ്ച് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവരെയും ഉറക്കും. അതാണ് സിസ്റ്റം. പിന്നെ ഉറങ്ങി എണീറ്റിട്ട് എല്ലാവരും കളിയാണ്. അപ്പോൾ ഈ പ്രീ സ്കൂളിലെ കുട്ടികൾ ഉച്ചയ്ക്ക് മുമ്പ് പഠനം എന്ന് പറഞ്ഞാൽ അവരറിയാതുള്ള പഠനമാണ്. അവർക്ക് തോന്നും കളിയാണെന്ന്. അങ്ങനെയുള്ള പഠനം. ഒരു രക്ഷിതാവ് ഇവിടേക്ക് ഒരു അന്വേഷണത്തിന് വരികയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു സേവനം ചെയ്യുന്നതിനുള്ള ഒരു ഫീസ് സ്ട്രക്ചർ നമുക്ക് പറയാൻ പറ്റുമോ? എന്താണ് അതിൻ്റെ വിവരങ്ങൾ? ഫീസ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ മിതമായ ഫീസ് തന്നെയാണ് നമ്മൾ വാങ്ങുന്നത്. കാരണം ഈ ഒരു കുട്ടികളെ നോക്കുക എന്ന് പറയുന്നത് ഹെവി റിസ്ക് ആണ്. ഹെവി റിസ്ക് ആണ്. അപ്പോൾ വയസ്സിനനുസരിച്ചാണ് നമ്മൾ ഫീസ് പറയുന്നത്. ഓരോ ഏജിൻ്റെ കുട്ടികൾക്കും നമ്മൾ പല ഫീസ് സ്ട്രക്ചറാണുള്ളത്. ചെറിയ 8 മാസം മുതൽ 2 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഒരു ഫീസും, അതിന് മുകളിൽ 2 to 3, 3 to 4 അങ്ങനെയാണ് നമ്മുടെ ഫീസിൻ്റെ സ്ട്രക്ചർ വരുന്നത്. അതേപോലെ ഫീസ് സ്ട്രക്ചർ എന്ന് പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ 8 to 5 എന്നുള്ള ആ കാറ്റഗറിയിലെ തന്നെ ഒരു പാക്കേജാണ്. പിന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് ഫെസിലിറ്റീസ് വേണമെന്നുണ്ടെങ്കിൽ അതിന് വേറൊരു പാക്കേജാണ്. അഥവാ എടുത്തു പറയേണ്ട ഒരു കാര്യം, രാത്രിയാണെങ്കിൽ പോലും നിങ്ങൾ 24 hours കുട്ടികളെ സംരക്ഷിക്കും. ഓക്കെ, നിങ്ങളൊന്ന് പരിചയപ്പെടുത്തുക. ശരിക്കും ഒരു ചലഞ്ച് തന്നെയാണ്. ചലഞ്ചായിട്ട് തന്നെ നമ്മൾ ഏറ്റെടുത്ത്. കാരണം നമ്മളൊരു സർവീസ് കൊടുക്കുമ്പോൾ അതിൻ്റെ A to Z സർവീസ് കൊടുക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് അങ്ങനെ 24 hours എന്നുള്ളത്. പ്രത്യേകിച്ച് ഇപ്പോൾ ഇടവണ്ണപ്പാറ, അതോടൊപ്പം തന്നെ കൊണ്ടോട്ടി എയർപോർട്ട് പരിസരത്താണ് നിങ്ങളുടെ സ്ഥാപനം ഉള്ളത് അല്ല? ഈ 2 സ്ഥലങ്ങളിലാണ് നിങ്ങളുടെ സ്ഥാപനങ്ങളുള്ളത്. അതിൽ 24 hours എന്ന് പറഞ്ഞത് കൊണ്ടോട്ടിയാണ്. 24 hours. ഇവിടെ 5:30 to 8:30. ഓക്കെ.